രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടി. ലിറ്ററിന് 3 രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിച്ചു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് ചെറിയ വില വർധന മാത്രമാണെന്ന കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ന്യായീകരണം. പെട്രോൾ ഡീസൽ വില കൂട്ടിയതിന് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുമോ എന്ന ആശങ്കയിലാണ് ജനം. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഇതെപ്പോൾ കൂടും എന്നുള്ള വലിയ ആശങ്കയിൽ തന്നെയായിരുന്നു പൊതുജനം. ഇപ്പോൾ 3 രൂപയാണ് കൂടിയിരിക്കുന്നത്. സാധാരണക്കാരന്റെ നട്ടലൊടിക്കുന്ന തീരുമാനമെന്ന് തന്നെ പറയാം. ഉറപ്പായും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ ബജറ്റിനെ ആകെ താളം തെറ്റിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ വിലവർധനവ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ വാണിജ്യ LPG സിലിണ്ടർ നിരക്ക് കുത്തനെ കൂട്ടിയതിന് പിന്നാലെയാണ് പെട്രോൾ ഡീസൽ വിലവർധനവ് കൂടി ഉണ്ടായിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപയോളമാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ കൂട്ടിയത്. ഒപ്പം തന്നെ CNGക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കൂടിയതാണ് ഈ വില ഉയരാൻ കാരണമായത്. അതിനോടകം തന്നെ പ്രധാനമന്ത്രിക്ക് എതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം അത് പ്രധാനമന്ത്രിയുടെ നയപരമല്ലാത്ത ചില ഇടപെടലുകളാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം അതേസമയം ഈ ഒരു കേന്ദ്ര സർക്കാരും BJPയുടെയും ഒരു ന്യായീകരണം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചുണ്ടായത് ഒരു ചെറിയ വിലവർധനവാണെന്നാണ് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ BJPയും ഇതിനെ ന്യായീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മോദിയുടെ തിരിച്ചുപിടിക്കൽ ആരംഭിച്ചു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അനൂപ് സൂചിപ്പിച്ചതുപോലെ അവരുടെ നട്ടലൊടിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിനീത, ഒരു കാര്യം കൂടി, നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുമോ എന്ന ആശങ്കയും നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. എന്തായാലും പെട്രോൾ ഡീസൽ വില ഉയർന്നതിന് പിന്നാലെ അത്തരത്തിലുള്ളൊരു വലിയ ആശങ്ക അടുക്കളകളെ ബാധിക്കുന്ന രീതിയിലേക്ക് ഉള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. അത്തരം നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ തന്നെയാണ് നിലവിലുള്ളത്. ഈ പശ്ചിമേഷ്യൻ സംഘർഷവും തുടർന്നുണ്ടായ പ്രതിസന്ധിയും ഒക്കെ തന്നെയാണ് ഈ വിലവർധനവിന് കാരണമാക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പെട്രോൾ ഡീസൽ ഇന്ധന വില വർധനവ് ഉണ്ടായേക്കും എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നാലെ ഇന്ന് 3 രൂപയോളം വർധനവ് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.